മുണ്ടത്തിക്കോട് നിന്ന് വലിയ ദുരന്തമാണ് മുണ്ടത്തിക്കോട് ഉണ്ടായത്. തൃശൂർ പൂരത്തിനുള്ള വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണം നടക്കുകയായിരുന്നു. അവിടെ തിരുവമ്പാട് വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് പുരയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. 7 പേരുടെ മരണം ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. 5 ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് DNA പരിശോധനയിലൂടെ സ്ഥിരീകരിച്ച് ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷമേ മരണസംഖ്യ സംബന്ധിച്ച് അതുകൂടി ഉൾപ്പെടുത്താൻ കഴിയൂ എന്നാണ് ജില്ലാ കളക്ടർ അല്പസമയം മുൻപ് വ്യക്തമാക്കിയത്. 13 മരണം എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നുണ്ട്. വിപിൻ സി വിജയൻ കൂടി ചേരുന്നുണ്ട്. വിപിൻ, ഈ നേരത്തെ സ്കൂബ ടീമിൻ്റെ പരിശോധന ഉണ്ടായിരുന്നു, അത് തുടരുന്നുണ്ടോ? ഇന്ന് മറ്റെന്തെങ്കിലും പരിശോധനയ്ക്ക് മുതിരുന്നുണ്ടോ ഈ ഫയർഫോഴ്സും പോലീസ് സംഘവും ഒക്കെ അവിടെ? വിപിൻ. ഉന്മേഷ്, സ്കൂബ ടീമിന്റെ പരിശോധനയും അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം രാത്രിയാണ്, വെളിച്ചക്കുറവിന്റെ ഒരു പ്രതിസന്ധിയുണ്ട്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ആ കുളം അത് അത്രത്തോളം ചളിയും പിണ്ടിയുമായി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെയുള്ളൊരു തെരച്ചിൽ ഈ രാത്രികളിൽ കുറച്ചുകൂടി പ്രതിസന്ധിയാണ്. അതുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. നാളെ അതിരാവിലെ മുതൽ തന്നെ ആരംഭിക്കാം എന്നുള്ളതാണ് നിലവിൽ കരുതുന്നത്. ഫോറൻസിക്കിന്റെ പരിശോധനയും നാളെ രാവിലെ മുതൽ തുടങ്ങും എന്നുള്ളത് കൂടി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സാർ ചേരുന്നുണ്ട്. സാർ, ഇന്നത്തെ പരിശോധന കഴിഞ്ഞു നിർത്തിവെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു എക്സ്പ്ലോഷൻ നടന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന രീതിയിൽ ഇനി സെയിം സ്ഥലത്ത് കയറി കഴിയുമ്പോൾ ഏതെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള കത്തുന്ന സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സുരക്ഷിതത്വമല്ല. അതുകൊണ്ട് ക്രൈം സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് അത് പുനരാരംഭിക്കും. സയൻറ്റിഫിക് എക്സ്പേർട്ടും മറ്റാൾക്കാരും എല്ലാം വന്നിട്ടുള്ള കൃത്യമായ പരിശോധനകളുണ്ടാകും. സ്കൂബ ടീം പരിശോധന നടത്തിയിരുന്നല്ലോ, ആ കുളത്തിൽ ഈ പോലുള്ള പടക്കത്തിന്റെ 1-2 അംശങ്ങൾ മാത്രമേ കണ്ടു. പ്രദേശത്തേക്ക് ആളുകൾ വരുന്നതിന് നിയന്ത്രണം ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അതിന് നമ്മളിപ്പോൾ നമ്മൾ ഗാർഡ് ചെയ്തിരിക്കുന്നത് 48 പോലീസ് ഉദ്യോഗസ്ഥർ, 48 പോലീസ് ഉദ്യോഗസ്ഥരും CIയും SIയും മറ്റെല്ലാവരും ഉണ്ട് ഇതിൻ്റെ അകത്ത്. കൂടാതെ ഫോറൻസിക് പരിശോധന നാളെ രാവിലെ ഉണ്ടാവും. നാളെ രാവിലെ അപ്പോൾ ഫോറൻസിക് പരിശോധന നാളെ രാവിലെ ആയിരിക്കും. ഒപ്പം തന്നെ ഇന്നത്തെ പരിശോധനകൾ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഉന്മേഷ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.